ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് വിഷുവൊക്കെ കഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മളെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വല്ലാതെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് നല്ലൊരു സ്ഥലത്തേക്ക് പോവാണ്ട് അപ്പം അതിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ അടുപ്പും തീയൊക്കെ ഒന്ന് ഇൻട്രോയിലൊന്ന് കാണിക്കട്ടെ. നമ്മൾ പെണ്ണുങ്ങൾക്ക് ഈ അടുപ്പും തീയൊന്നും കാണാഞ്ഞാലേ ഒരു കണി കാണാഞ്ഞാലേ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം നമ്മൾ അടുപ്പൊക്കെ തീയിടിപ്പിച്ചിട്ടതേ നമ്മൾ കാണിക്കണുള്ളൂ. അപ്പം നമ്മളിന്ന് നല്ല രസകരമായ കാഴ്ചകൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ കാഴ്ചകൾ നമ്മളെ ജില്ലയിലുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ പ്രാവശ്യം ഭയങ്കര രസം കൂടിയിരിക്കണമെന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ട്. അപ്പം നമ്മളൊന്ന് പോയി നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്തെങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ മുന്നിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. പിന്നെ നമ്മൾ പിന്നത്തെ പരിപാടികളൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചോറൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ വെച്ച് അപ്പോൾ നമ്മൾ 2 മണിയോട് കൂടി അപ്പോൾ റോഡ് ബ്ലോക്ക് ഉണ്ടാവില്ലല്ലോ ഉച്ചക്കായാലേ. അപ്പോൾ ആ സമയം നോക്കി കണ്ടാട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ ഒന്ന് വിഷുവിൻ്റെ ദിവസമാണ്. അപ്പോൾ അങ്ങാടിയിലൊന്നും ആരുമില്ല. അപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ നമുക്കൊരു ബന്ധു വീട്ടിൽ പോകാനുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അപ്പോൾ നമുക്കൊരു 5 മണിയോട് കൂടെ നമുക്ക് ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എത്തണം കേട്ടോ. അപ്പോൾ നമ്മൾ ബന്ധു വീട്ടിലൊക്കെ പോയി ഇങ്ങാണ്ട് നമ്മളിതാ അവിടെ എത്തി. എവിടെയെന്നറിയാം, മലപ്പുറം കോട്ടക്കുന്നിലാട്ടെ നമ്മൾ എത്തിക്കേണ്ടത്. അപ്പോൾ കോട്ടക്കുന്ന് പണ്ടൊക്കെ കണ്ടോലേക്ക് വിചാരിച്ചു ഇത് അത്ര ഉള്ളൂ എന്ന്. എന്താ വെച്ചാൽ ഇപ്പോൾ ഭയങ്കര രസമായിക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് കാണാൻ പോയി നോക്കിയതാണ്. അപ്പോൾ നമ്മളവിടെ എത്തിക്കണേ. അപ്പോൾ നമ്മളവിടെ ഒന്നിങ്ങനെ കണ്ടു നോക്കുകയാണ്. അപ്പോൾ വെയിലൊന്നും ആറിയിട്ടില്ല, ആളിൽ കൂടാൻ സമയമാകുന്നുള്ളൂ. ഒരു 4:30 മണിയായപ്പോഴത്തേന് നമ്മളവിടെ എത്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബന്ധു വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിക്കണേ. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിനൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയിങ്ങാണ്ട് അങ്ങനെ വൈകുന്നേരം ആകാൻ വേണ്ടി കാത്തുന്നതാട്ടോ. അപ്പോൾ 4:30 4:45 തുടങ്ങിയിരിക്കണേ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മളെ ജില്ലയിൽ തന്നെ മലപ്പുറം ജില്ലയിലുള്ള നമ്മളെ കോട്ടക്കുന്നിലാണ്. അപ്പം നമ്മൾ പല സ്ഥലത്തേക്കും ഇങ്ങനെ നമ്മൾ ദൂര സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ പോയി കൊണ്ട് നിൽക്കുമല്ലോ. അപ്പം നമ്മളെ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞ മാതിരി അടുത്തുള്ള സ്ഥലത്തിന് യാതൊരു വീര്യം മണമൊന്നും ഇല്ലാത്ത മാതിരിയാണ് കേട്ടോ. അപ്പോൾ നല്ല രസകരമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പിന്നെ കുറേ നടന്ന് നമ്മളിങ്ങനെ കുഴങ്ങിയപ്പോൾ പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിക്കൽ തുടങ്ങിയിട്ടാ. നല്ല നാസ്താക്കിയൊക്കെ പോകുന്നതാണ്. നല്ലൊന്ന് കുറച്ച് നടന്നപ്പോൾ നമ്മൾ പിന്നെ വേർക്കാനും തണ്ടാനും ഒക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ ഐസ്ക്രീമൊക്കെ കഴിക്കൽ തുടങ്ങിയിട്ടാ. അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ചും കൂടി സമയം ഉണ്ടാവണം. 5:30 6 മണിയൊക്കെ ആവണം കേട്ടോ അവിടുത്തെ കലാപരിപാടികളൊക്കെ തുടങ്ങാൻ. അങ്ങനെ ചെടികളും പൂക്കളും അതൊക്കെ നമ്മളൊന്ന് വീഡിയോയിൽ പകർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പോയവരും ഉണ്ടാവും പോകാത്തവരും ഉണ്ടാവും. അപ്പോൾ പോകാത്തവർക്ക് ഒന്ന് കാണും ചെയ്യുക. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ടൊന്ന് പോയാൽ അധികം നമ്മളെ ഈ ജില്ലയിലുള്ളവർക്ക് അധികം ഒരു ദൂരമൊന്നും പോകണ്ടല്ലോ. അപ്പോൾ സുഖമായിട്ട് പോയി വരും ചെയ്യുക. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്നുകൊണ്ട് വീഡിയോ എടുത്തതാണ്. കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മളതിനെ എടുക്കേണ്ടത്. അതിൻ്റെയൊക്കെ പോരായ്മകളൊക്കെ ഉണ്ട്. നമ്മൾ എടുക്കണീൻ്റെ പോരായ്മകൾ ഇട്ടാ. അപ്പം എൻ്റെ മോൻ പറഞ്ഞ് നിങ്ങളെടുത്ത് ഒന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ്. എന്നാലും നമ്മളെക്കൊണ്ട് കഴിയണമാതിരിയൊക്കെ നമ്മൾ എടുത്തുക്കണേ. കുറച്ചൊക്കെ മോളും എടുത്ത്. പിന്നെ മോള് പറഞ്ഞ് ഞാൻ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ എടുത്ത് തന്ന്. പിന്നെ അപ്പുറത്തേക്ക് തിരിഞ്ഞു. പുതിയാപ്പിളി ഉണ്ടായിനി. അപ്പോൾ ഓല് വേറെ വഴിക്ക് തിരിഞ്ഞ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേച്ചങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ പിന്നെ ഒരു 5-5:30 മണിയായപ്പോഴാട്ടോ അവിടുത്തെ രസകരമായ കാഴ്ചകൾ അവിടെ എത്തണുള്ളൂ, സമയമാവണുള്ളൂ കേട്ടോ.
ആ നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഒന്നും ആരും കാണുന്നില്ല. എന്നാലും ഇപ്പം നമുക്ക് ഇടാതെ വെക്കാൻ പറ്റില്ലല്ലോ. വീഡിയോ ഇടാതെന്നാൽ ഉള്ള വ്യൂസും കൂടി പോകും. അത് വിചാരിച്ച് കാണും ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ ഒക്കെ നമ്മൾ പോയതും എന്നൊക്കെ ഇടുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുക്കിംഗ് ഒന്ന് നിർത്തി വെച്ചതാണ്. എന്താ വെച്ചാൽ കുക്കിങ്ങൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മടുത്തുക്കും അറിഞ്ഞ് മോള് പറയാം കുക്കിംഗ് എന്നെ ഇട്ടാലും പിന്നെ ആരും കാണൂലെന്ന്. അപ്പോൾ പിന്നെ എന്തെങ്കിലും നമ്മൾ പോയതും വന്നതും അങ്ങനെയൊക്കെ ഉള്ള വീഡിയോ ഇട്ടിക്കാണ് വെച്ചിട്ട് അതൊന്നും ഓടണമൊന്നുമില്ല. അപ്പോൾ ഇതാ ആകാശ സൈക്കിൾ ഓട്ടണ സ്ഥലമാട്ടത്. അപ്പോൾ നമ്മൾ ഇപ്പം 5:30 മണി ഒക്കെ ആയിട്ട് വെയിലൊക്കെ ഒന്ന് തണിയാൻ തുടങ്ങി. അപ്പോൾ നമ്മളതൊന്നും ഇങ്ങനെ കുറച്ചുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ ഞാൻ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു ഞാനൊന്ന് കയറ്റുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു വെയിറ്റ് ഉള്ളവരൊന്നും കയറ്റില്ല എന്ന് പറഞ്ഞു. വെയിറ്റ് ഉള്ളവർ അറ്റു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വെറുതെ പറഞ്ഞത് കേട്ടോ ഞാൻ ഒന്ന് കയറിയോക്കട്ടെ എന്ന്. കണ്ടപ്പോൾ ഇങ്ങനെ പൂതിയാവുക. അതാ കണ്ടില്ലേ സൈക്കിളായിട്ട് പോണത്, ആകാശത്ത് കൂടി സൈക്കിളായിട്ട് പോണത്. ഒന്ന് പിന്നെ ഈ മരങ്ങളെ മറവ് കൊണ്ടേ കുറേശ്ശൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് കാണുമ്പോൾ രസമല്ലേക്കാരം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കേണ്ടി, അല്ലെങ്കിൽ ഗ്രൂപ്പൊക്കെ ഒന്ന് ഇട്ടുകാണ്ട് ഒന്ന് ഷെയർ ചെയ്യേണ്ടിട്ടാ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ ഇട്ടുകാണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓരോരോ കാഴ്ചകളും നല്ല രസം കിട്ടുക കാണാൻ. അപ്പോൾ പിന്നെ പോരാനൊന്നും പൂതി തോന്നില്ല. പിന്നെ മക്കൾ പറഞ്ഞ് 6 മണിയാകുമ്പോഴത്തേന് പോയിരിക്കരുതെന്ന് പറഞ്ഞുകാണ്ട് കേട്ടോ. അവർക്ക് വേറെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് 6 മണി ആയപ്പോഴത്തേന് പോകുന്നതാണ്. എനിക്ക് പൂതി ഇട്ടിട്ടില്ല. അങ്ങനെ കാത്തുനിന്നാണ്ട് വൈകുന്നേരം ആയപ്പോഴാട്ടോ നല്ല രസകരമായ കാഴ്ചകൾ. ഒരു 5 മണിക്കൊക്കെ അവിടെ എത്തി ഒരു 6-6:30 പോയിരുന്നു. അതാട്ടോ അതിൻ്റെ നല്ലൊരിത്. ഈ കടപ്പുറത്തേക്കൊക്കെ പോകണ മാതിരി തന്നെ വെയിലാറിയതിൻ്റെ ശേഷമാണ് അവിടുത്തെ പരിപാടികളൊക്കെ. നമ്മളങ്ങനെ ഇവിടേക്ക് പോകലൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പോകാത്തല്ലേ വെച്ചിട്ട് മോളെല്ലാം ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പോയതാണ്. അപ്പോൾ നമുക്ക് അവിടെ പോകാനുണ്ട്, ബന്ധു വീട്ടിൽ പോകാനുണ്ട്. അപ്പോൾ ആ പേരും പറയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ ഒക്കെ പോയി ഒക്കെ കണ്ടിട്ടാണ് നല്ല രസകരമായ കാഴ്ചകളിനി. പിന്നെ നല്ല മ്യൂസിക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ മ്യൂസിക് ഒഴിവാക്കേണ്ടി വരും. അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരുന്നത് പേടിയോണ്ടേ കുറച്ചൊക്കെ മ്യൂസിക് ഒഴിവാക്കേണ്ടി വരും. മ്യൂസിക് ഉണ്ടാകുമ്പോഴാണ് രസമുള്ളത് കാണാനും കേൾക്കാനും ഒക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാത്തോ ലൈക്കൊന്നും ചിലരൊന്നും ചെയ്യണില്ല. ലൈക്ക് ചെയ്യാൻ അറിയിട്ടാണോ അതോ വീഡിയോ ഇഷ്ടപ്പെടായിട്ടാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താലേ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് മുന്നോട്ട് പോവുള്ളൂ. വീഡിയോ ഒക്കെ ഇപ്പോൾ നോമ്പ് കഴിഞ്ഞ ദിവസം കുറഞ്ഞ് വരികയാണ്. പിന്നെ എല്ലാവർക്കും ആ കുറവുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അതുമല്ലാണ്ട് സബൂറാവുകയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഒരു ഇതിൻ്റെ തിരക്കിലല്ലേ. അപ്പോൾ ഫോണൊന്നും എടുക്കൽ കുറവാണ് ഈ കാര്യം. മനസ്സിന് ഒരു എൻജോയ് ചെയ്യലല്ലോ ഇപ്പോൾ. വണ്ടികളിങ്ങനെ വൈകുന്നേരം ആണത്തോളം വന്നുകൂടി കേട്ടോ. ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. ഇത് റിമോട്ട് വണ്ടിയാണ് കേട്ടോ കുട്ടികൾ പോണേ. കുട്ടികൾക്കായിട്ട് അതിൻ്റെ രസം. നമ്മളിപ്പോൾ കുട്ടികളൊന്നുമില്ല. കുട്ടികളുള്ളവർ അതിന് ടോക്കെടുത്ത് കാണി കയറുന്നുണ്ട്. നമ്മളിപ്പോൾ കുട്ടികളില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലൊന്നും കയറിയിട്ടില്ല. നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ പിന്നെ എന്തെങ്കിലും കുടിക്കാന്ന് വിചാരിച്ച് കാണ്ടി കയറിയതാട്ടാ. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതാണ് കഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പൊറാട്ടയും ഇതൊക്കെ തിന്നുകാണ്ട് ചിക്കനൊക്കെ കഴിച്ച് വന്നതാട്ടോ. അപ്പോൾ പിന്നെ വല്ലാതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഓരോന്ന് കുറേശ്ശൊക്കെ നമ്മൾ കഴിക്കുകയാണ്. അപ്പം എന്നാൽ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്, മടിച്ച് നിൽക്കരുത്. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മളിനി അടുത്ത് തന്നെ വരും ഇൻഷാ അല്ലാഹ്.
പിന്നെ നമ്മൾ വണ്ടി കയറിയതിൻ്റെ ശേഷം പോരുമ്പോൾ ഇങ്ങനെ എടുത്തതാട്ടാ. അപ്പോൾ പിന്നെ നടന്ന് ക്ഷീണിച്ച് ഒക്കെ പോരുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.